എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. തുടങ്ങുകയാണ്. നമ്മൾ ലോക ജനത ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊറോണ വൈറസ് മൂലം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വെല്ലുവിളികളാണെങ്കിലും നമ്മൾ സധൈര്യം അതിനെ നേരിടണം. നേരിടുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായ ഒരു അടിത്തറ നിർബന്ധമാണ്. മലയാളികൾ മറ്റ് സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ എല്ലാ മേഖലയിലും ഏറെ മുന്നിലാണ്. അത് നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധത തന്നെയാണ് അതിൻ്റെ ഒരു കാരണവും. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം, മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളമാണ്. ഇതിനൊക്കെ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ അതിനെ നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വെല്ലുവിളിയെ നേരിടുന്ന രീതികളാണ് ഒരുപക്ഷെ നമ്മൾ ഇത്രയും സേഫായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കി തരുന്നത്. ഇന്നത്തെ വെബിനാർ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ വെബിനാർ ഇവിടെ പ്രസന്റ് ചെയ്യണമെന്ന് അബിത് സാറ് സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അസീസിയ സ്കൂളിൻ്റെ സ്പോർട്സ് ടീമിനോടും അബിത് സാറിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ദേശവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇത് തുടങ്ങി വെച്ചത് 2019 ഓഗസ്റ്റ് 29 ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 2 വരെ നീളുന്ന കാലഘട്ടം ഈ ഫിറ്റ് ഇന്ത്യ സംരംഭം അതൊരാഘോഷമാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി CBSE സ്കൂളുകളാണ് ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഇപ്പോൾ ഏറെ പ്രാധാന്യം നൽകുന്നത്. നിർബന്ധ സബ്ജക്റ്റുകൾ ആക്കിയതും CBSE സ്കൂളുകളാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു സംരംഭം വളരെ ആനുകാലിക പ്രസക്തമായ ഒരു സംരംഭം തന്നെയാണ്. നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു മേഖലയും കൂടിയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതിൽ ആ മൂവ്മെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസും ചൂസ് ചെയ്യാം. ആ ആക്ടിവിറ്റീസ് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റീസ്, ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ, ഫിറ്റ് ഇന്ത്യ എയറോബിക്സ്, സൈക്ലിംഗ്, ഇത്തരത്തിലുള്ള കുറേ ആക്ടിവിറ്റീസ് പല രീതിയിൽ അവരവരുടെ ഫിസിക്കൽ എഫിഷ്യൻസിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാം. അവരവരുടെ ഫിസിക്കൽ എഫിഷ്യൻസിക്ക് അനുസരിച്ച് നടക്കുകയോ ഓടുകയോ കിലോമീറ്ററുകൾ കവർ ചെയ്യുകയോ ഇതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് അതിയായ പ്രത്യേകിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷനിസ്റ്റ് അതിയായ ഒരു സന്തോഷവുമുണ്ട്. നന്ദിയുടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ വർഷത്തെ ടോപ്പിക്കിന്റെ ടൈറ്റില് പറയുന്നത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ എന്നാണ്. ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ. എന്താണ് ഫ്രീഡം റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീഡം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീഡം ഫ്രം ഓൾ ഫോംസ് ഓഫ് ഡിസീസസ്, അതാണ് ഫ്രീഡം റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസീസസ് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങളാണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അല്ലെങ്കിൽ അതിനെ ഒരു മറ്റു പേരിട്ട് വിളിക്കും ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്. ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്. എന്താണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്? ഹൈപ്പോ എന്ന് പറയുന്നതാണ്
inactive, hypo, less, kinetic means movements, lacking movement, movements ലാക്ക് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് ഹൈപ്പോ കൈനറ്റിക് ഡിസീസസ് എന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ ഓരോന്നായി പേരിട്ട് വിളിക്കുന്നത്. നമ്മൾ ഏറ്റവും കേരളത്തിലും പ്രോമിനന്റ് ആയിട്ട് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ഡയബറ്റിക്സ്, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, അത്തീറോസ്ക്ലീറോസിസ്, ഓസ്റ്റിയോപോറോസിസ് തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളാണ്. ഓരോന്നും അതിൻ്റെതായ കാരണങ്ങളാണ് കൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫിസിക്കൽ ഇനാക്ടിവിറ്റി ആണ് ഏറ്റവും പ്രധാന കാരണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടേം പേരിട്ട് വിളിക്കാം, സെഡന്ററി പേഴ്സൺസ്. ഇനാക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ അറിയപ്പെടുന്നത് സെഡന്ററി പേഴ്സൺസ് എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പോ കൈനറ്റിക് ഡിസീസസ്. എന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാവാം, ഇതുകൊണ്ട് മാത്രം ആണോ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്? അല്ല. നമ്മുടെ ആഹാര രീതി മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. ഒരാള് ഒരു ദിവസം എത്ര കാലറി ആഹാരം ശരീരത്തിൽ ചെല്ലുന്നു, എത്ര കലോറി നമ്മൾ എരിച്ചു കളയുന്നു, എനർജി എക്സ്പെൻഡിച്ചർ എത്ര ഇൻടേക്ക്, എനർജി എക്സ്പെൻഡിച്ചർ, ഇതിൽ തമ്മിലുള്ള ബാലൻസ് ഇല്ലായ്മയാണ് നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് വളരെയധികം കൂടുന്നു. അത് എരിച്ചു കളയാനുള്ള നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തിക്കാത്തത് വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ഇംബാലൻസ് ഉണ്ടാകുന്നു. ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തപ്പെട്ട് അത് പിന്നീട് ഫാറ്റായിട്ട് രൂപാന്തരപ്പെട്ട് അത് നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾ പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും, രണ്ട് ആഹാര രീതിയും. പിന്നീട് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേന് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. നമ്മൾക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളെ നമ്മൾക്ക് അതിന്റെ തുടക്കം, അതിന്റെ ഓൺസെറ്റ് ഡിലേ ചെയ്യാൻ സാധിക്കും. എപ്പോഴും ക്യാൻ ഡിലേ ദ ഓൺസെറ്റ് ഓഫ് ഡിസീസസ് ബൈ ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ഒരു വിശാലമായ ഒരു ടോപ്പിക്കാണ്. കുട്ടികളിൽ എന്തുമാത്രം അതിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം കുറവുണ്ട്. എന്തായാലും ഞാൻ പരമാവധി പറഞ്ഞു തരാം. ഇതൊരു ലൈവ് സെഷൻ ആണെങ്കിൽ, ഞാൻ അഭിത്തിൻ്റെ അടുത്ത് പറഞ്ഞു സ്കൂളുകളൊക്കെ തുറന്നു വരുമ്പോഴത്തേന് ഇതൊരു ലൈവ് സെഷനാക്കി എനിക്കൊരു അവസരം തരണമെന്ന്. അപ്പൊ എപ്പോഴും അറിയാമല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ തിയറി പറയുമ്പം എന്തുമാത്രം ഇഫക്റ്റീവ് ആകുമെന്ന് നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ എന്തുമാത്രം ഗുണം ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാം. അപ്പൊ എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ നിങ്ങളെ കൺവേ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാം. പ്രധാനമായിട്ടും നമ്മൾ രണ്ട് തരത്തിലുള്ള ഫിറ്റ്നസ് എന്താണെന്നും എക്സസൈസ് എന്താണെന്നും ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്താണെന്നും ഞാനൊന്ന് പ്രതിപാദിക്കാം. എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ സാധാരണ ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ നടക്കാൻ ഇറങ്ങിപ്പോകുന്നു, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി. അത് എക്സസൈസ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസ് ആയിട്ട് മാറുന്നത് അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ, ആ എക്സസൈസ് ഒരു സ്പെസിഫിക് പർപ്പസിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ, ഒരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് അതിനകത്ത് കമ്പോണൻസുകളുണ്ട്, ഫിറ്റ്നസ് കമ്പോണൻസുകളുണ്ട്. ആ കമ്പോണൻസിന്റെ ബേസിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു എക്സസൈസ് ആയിട്ട് അത് രൂപാന്തരപ്പെടുകയുള്ളൂ.
അപ്പൊ നമ്മൾ രാവിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങളെ സ്കൂളിൽ വരെ നടന്നു പോകുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിൽ വരെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു പോകുന്നു. അതിനെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. നേരെ മറിച്ച് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് ഇത്ര ദൂരം, ഇപ്പൊ 1 കിലോമീറ്റർ നിങ്ങളൊരു 6 മിനിറ്റ് കൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പർപ്പസ്, ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കം അണ്ടർ എക്സസൈസ്. നമ്മളൊരു സ്പെസിഫിക് പർപ്പസിൽ നമ്മുടെ സിസ്റ്റത്തിനെ, കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റവും മസ്കുലർ സിസ്റ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു പർപ്പസ് ചെയ്യുമ്പോഴാണ് അതൊരു എക്സസൈസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് വരുന്നത്. അപ്പൊ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതിനൊരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിയും എക്സസൈസും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി നമ്മൾക്ക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും ഫിറ്റ്നസ്? ഫിറ്റ്നസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ക്ഷീണമില്ലാതെ ആക്ടിവിറ്റീസ്, ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ക്ഷീണമില്ലാതെ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥയാണ്, ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ക്ഷീണമില്ലാതെ ശരീരത്തിന്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഫിറ്റ്നസ് ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. ഞങ്ങൾ രാവിലെ തൊട്ടേ അടുക്കളയിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അമ്മമാര് അടുക്കളയിൽ ആക്ടിവിറ്റീസ് രാവിലെ തൊട്ടേ പണിയാണ്, വൈകുന്നേരം വരെ അവർ പണിയും. പക്ഷേ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അവർക്ക് അവരുടെ ശരീരഭാരം കുറയുന്നില്ല, ആരോഗ്യം വർദ്ധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ചോദ്യമുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കാം? അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് ഫിറ്റ്നസ് കമ്പോണൻസ് എന്ന് പറഞ്ഞ ഒരു 4-5 ഘടകങ്ങളുണ്ട്. ഇതിലൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. പ്രധാനമായിട്ട് ഫിറ്റ്നസ് നമ്മൾ പ്രധാനമായിട്ട് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ ഒരു ഫിറ്റ്നസ് കമ്പോണന്റ് ഉണ്ട്. കാർഡിയോ മീൻസ് ഹാർട്ട്, റെസ്പിറേറ്ററി മീൻസ് ലങ്സ്. ഇതിന്റെ രണ്ടിന്റെയും സംയോജിത പ്രവർത്തനം, കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ഹാർട്ടിന്റെ ലങ്സിന്റെയും സംയോജിത പ്രവർത്തനം, അതാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. ഒരു ഫിറ്റ്നസ് കമ്പോണന്റ് അതാണ്. പിന്നെ മസ്കുലർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ്, മസിൽസിന്റെ ആരോഗ്യം. ഈ ഇത് വീണ്ടും ഒരു 4-5 കമ്പോണൻസ് കൂടെ ഉണ്ട്. ഇതെല്ലാം പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പം ഈ പ്രധാനമായിട്ട് ഈ 2 കമ്പോണന്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരാളുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് അടുക്കളയിൽ പണി ചെയ്യുന്ന സ്വയമായിട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ വിത്ത് സഫീഷ്യന്റ് ബ്രേക്ക് അങ്ങനെയൊക്കെ വെച്ചായിരിക്കാം ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ 2 സിസ്റ്റത്തിനും കാര്യമായി പുരോഗതി ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾക്കൊരു എക്സസൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ അതൊരു സ്പെസിഫിക് പർപ്പസോട് കൂടിയുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന കൺസെപ്റ്റിലോട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്വാഭാവികമായിട്ടും ഫിറ്റ്നസിന് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വിത്ത് ഡിസൈഡ് എക്സസൈസ് വിൽ ലീഡ് ടു ഫിസിക്കൽ ഫിറ്റ്നസ്. അതാണ് ഈ 3 കമ്പോണന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് എയറോബിക് എക്സസൈസ്, 2 അനേറോബിക് എക്സസൈസ്. എയറോബിക് എക്സസൈസും അനേറോബിക് എക്സസൈസും. അതിനകത്ത് എയറോബിക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ പ്രസൻസിൽ ചെയ്യുന്ന എക്സസൈസുകളാണ് എയറോബിക് എക്സസൈസ്. ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ദീർഘസമയം, ദീർഘനേരം ചെയ്യാൻ സാധിക്കും. കാര്യം നമ്മൾ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നേരെ മറിച്ച് അനഎറോബിക് എന്ന് പറഞ്ഞ എക്സസൈസ് ഓക്സിജന്റെ അഭാവത്തിൽ ചെയ്യുന്നതായത് നമ്മൾക്ക് വളരെ കുറച്ചു നേരം മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇൻവോൾവ് ചെയ്യുന്ന ഇഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അപ്പം പ്രധാനമായിട്ടും ഈ 2 ടൈപ്പ് ഓഫ് എക്സസൈസുകളാണ് ഓക്സിജന്റെ പ്രസൻസിൽ ചെയ്യുന്ന എക്സസൈസും ഓക്സിജന്റെ അഭാവത്തിൽ ചെയ്യുന്ന എക്സസൈസുകൾ. ഇനി അത് നമ്മൾക്ക് സാധാരണ ഫിറ്റ്നസ്സിൽ
ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പൊ ഫിറ്റ്നസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു അസുഖമായിട്ട്, ഒരു ഉദാഹരണം ഡയബറ്റീസുമായിട്ട് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിനോടൊപ്പം പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു മെഡിസിനാണ് എക്സസൈസ്, അല്ലേ? അപ്പൊ എക്സസൈസിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എക്സസൈസ് ആണ് നടക്കാൻ പോവുക. നിങ്ങൾ രാവിലെ അരമണിക്കൂറെങ്കിലും നടക്കണം. അവർ പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഒരു മെഡിസിന്റെ കൂടെ തരുന്ന വേറൊരു മെഡിസിനാണ് എക്സസൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെവലപ്മെന്റ്സ് ഒത്തിരി കുറെ വ്യത്യാസങ്ങൾ വരും. പല ഹോർമോൺസ് സെക്രീഷൻസ് കറക്റ്റായിട്ട് നടക്കും. ഒരുപാട് കെമിക്കൽ ചേഞ്ചസുകൾ ഉണ്ടാകും ശരീരത്തിൽ. അതിനനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അസുഖത്തിൽ നിന്ന് പയ്യെ അതിന്റെ സാന്ദ്രത ഇന്റൻസിറ്റി കുറച്ച് നമ്മൾ കൊണ്ടുവരുന്നതിന്റെ കാരണം എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ബയോകെമിക്കൽ ചേഞ്ചസ് ആണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ വാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എന്ന ഘടകം മാത്രമേ ഇംപ്രൂവ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന ഒരാൾക്ക് മുട്ടിന് വേദന വരുന്നു. സ്ഥിരമായി നടക്കാൻ പോയപ്പോൾ ഒരാൾക്ക് ഒരുപക്ഷെ അയാൾക്ക് ശരീരഭാരം കൂടുതലായിരിക്കാം. ശരീരഭാരം കൂടുമ്പോൾ എന്തായാലും ബിയറിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞ മുട്ട് തന്നെയാണ്. മുട്ടിനും മുകളിലോട്ടുള്ള ശരീരത്തിന്റെ ഭാരം മൊത്തവും താങ്ങുന്നത് മുട്ടും. ഒരു പരിധി വരെ താഴോട്ട് വരുമ്പോൾ ആ ആംഗിൾ ജോയിന്റും അത് താങ്ങുന്നുണ്ട്. അപ്പൊ കൂടുതൽ ലോഡ് മുട്ടിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ട് ചെയ്യിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ മുട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മസിൽസുകളും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലിഗമെന്റ്സുകളും ടെൻഡൻസുകളും ശക്തി പ്രാപിക്കണം, സ്ട്രെങ്ത് ചെയ്തു കൊടുക്കണം. അപ്പോൾ സ്ട്രെങ്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു പക്ഷേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കില്ല. അറിയുമെങ്കിൽ പോലും അവരത് ആ ഒരു തലത്തിൽ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മുട്ടിനെ ശക്തി പ്രാപിക്കണം. അപ്പൊ ആ മുട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന മുട്ടിന് മേളിലോട്ടുള്ള 2 മസിൽസും മുട്ടിന് താഴോട്ടുള്ള ഒരു മസിലും ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ, സ്ട്രെങ്ത് ചെയ്തിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൊലോങ് ചെയ്ത് നടക്കാൻ സാധിക്കും. കൂടുതൽ സമയം നടക്കുന്നതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഫാറ്റിന്റെ മെറ്റബോളിസം നടക്കുകയുള്ളൂ. ഫാറ്റ് മെറ്റബോളിസം എപ്പോഴും നടക്കണമെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി മിനിമം ഡ്യൂറേഷൻ 20 മിനിറ്റ് എങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഫാറ്റ് മെറ്റബോളിസം നടക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുശേഷം നമ്മൾ എന്തുമാത്രം സമയം ആക്ടിവിറ്റി പ്രൊലോങ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ ശരീരത്തിൽ നിന്ന് ഫാറ്റിന്റെ അളവ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് ശരീരത്തെ ശരിക്കുമുള്ള ഒരു ബോഡി മാസ് ഇൻഡെക്സിലൂടെ കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ, BMI കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ, BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഘടകമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ച് നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ശരീരഭാരം. ഇപ്പം 50 കിലോയുള്ള ഒരാള്, അയാളുടെ ഉയരം 165 ഉണ്ടെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 1.65 ഇൻറ്റു 1.65 ഇതിന്റെ വാല്യൂ 18നും 25നും ഇടയിൽ ലഭിക്കുമ്പോൾ ആണ് അയാളൊരു നോർമൽ BMI ഉള്ള ആളാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. 25ന് മുകളിലോട്ട് പോകുമ്പോൾ അയാൾ ഒബേസിറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ട് പയ്യെ വരും, പൊണ്ണത്തടിയിലോട്ട്. 30 കഴിയുമ്പോഴത്തേന് ശരിക്കും അയാൾ പൊണ്ണത്തടിയിലായി പോകും. അതുപോലെ തന്നെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് 18ന് താഴോട്ട് വരുന്നത്. 18 താഴോട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ബോൺ ഡെൻസിറ്റിയെ കുറവായിരിക്കും, അയാൾ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഫ്രെയിം ആയിരിക്കും, മെലിഞ്ഞുണങ്ങി കുത്തിയിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഈ 2 തരത്തിലുള്ള ആൾക്കാരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യരുത്, ഒരേ രീതിയിൽ ഫിറ്റ്നസ് എക്സസൈസ് ചെയ്യരുത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള എക്സസൈസ് പാറ്റേൺസ് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ BMI കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി അവരവരുടെ ഹൈറ്റ് അവരവരുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്.
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 170 സെന്റിമീറ്റർ ഉള്ള ഒരാള്, 170 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാളുടെ ആൾമോസ്റ്റ് ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 70 കിലോ ആയിരിക്കും, അല്ലെങ്കിൽ 68 to 72 കിലോഗ്രാം ആയിരിക്കണം. അത് എങ്ങനെയാണ് അത് കണക്കൂട്ടിയത്? 170 മൈനസ് 100, ഒരു 100 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് 170 നിന്ന് 100 കോൺസ്റ്റന്റ് തൊട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് 70. അപ്പൊ 70 അപ്രോക്സിമേറ്റ് ആണ്. അപ്പൊ 68 മുതൽ 72 വരെ അയാൾക്ക് അയാളുടെ ബോഡി വെയിറ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കും. താഴോട്ട് വരുന്നതും മുകളിലോട്ട് പോകുന്നതും സ്വാഭാവികമായിട്ടും നോർമാലിറ്റിയിലുള്ളതല്ല, വേരിയേഷൻസ് വരുന്ന ആളായിരിക്കും. അപ്പൊ ഒരുപാട് മേളിൽ പോകുമ്പോൾ ഹീൽ ഫോൾ അണ്ടർ ഒബേസിറ്റി, താഴോട്ട് ഒരുപാട് താഴെ വരുമ്പോൾ തിൻ ഫ്രെയിം ആയി പോവും. സ്വാഭാവികമായിട്ടും മാൽന്യൂട്രീഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളായിരിക്കും. ബോൺ ഡെൻസിറ്റി ഒക്കെ ഒത്തിരി കുറയുന്ന ആളായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ. അപ്പൊ ഇതാണ് BMI എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഒരുപാട് ഒത്തിരി വിശാലമായ ടോപ്പിക്കുകളാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനേക്കാളും നല്ലത് ഫാദർ ഡിസ്കഷൻ പാർട്ട് വരുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അവരവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫാദർ, ഹലോ, ഓഡിബിൾ ആണോ? തീർച്ചയായിട്ടും നല്ല ഓഡിബിൾ ആണ്. സാർ പറഞ്ഞത് ശരിയാണ്. ഇതിനകത്ത് പല സംശയങ്ങളും ഉണ്ടാകും പല പേരൻസിന്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി ഒന്ന് സംസാരിക്കുക, അൺമ്യൂട്ട് ചെയ്യുന്ന സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ BMI തന്നെ ഇപ്പം സാറ് പറഞ്ഞ നല്ലൊരു കാര്യമാണ്. പക്ഷെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും BMIയുടെ കാൽക്കുലേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ചെറിയ വ്യത്യാസം, അങ്ങനെ പല പിന്നെ വാക്കിംഗ് ചെയ്യുമ്പം നീ അതിനെ പറ്റി പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ പേരൻസുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു അതൊക്കെ അവരുടെ ഭാഗത്ത് കേൾക്കാൻ. സോ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ധൈര്യമായിട്ട് സംസാരിക്കുക. താങ്ക് യു. ഞങ്ങളുടെ ബിഷപ്പ് കൈ വരുത്തിട്ടുണ്ട്. സാറേ, റിയലി ഞാൻ പോലും പുതുതായിട്ട് സാറിന്റെ പല ഇൻസൈറ്റ്സും സ്വീകരിച്ചിരിക്കുകയാണ്. സാർ നല്ലൊരു ക്ലാസ്സാണ് എടുത്തത് കേട്ടോ. സാറേ, ക്ലാസ് ഞാൻ ക്ലാസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാട് കയറി പറഞ്ഞു പോകുന്നതിലും അപ്പുറം ഒരു ചർച്ചയാവുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വ്യക്തമാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. വൺ തിങ്, ഏറ്റവും പ്രധാനമായിട്ട് സാറ് ഫിസിക്കും ഹെൽത്തുമായിട്ട് കമ്പൈൻ ചെയ്ത് അവതരിപ്പിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ആരംഭത്തിലെ തന്നെ. സോ യു കൻ കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫാദർ. രജി അവിടെ അൺമ്യൂട്ട് ആണ്. എന്തെങ്കിലും സംസാരിക്കണുണ്ടോ? ഓക്കെ, സാർ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫിറ്റ്നസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള്, അപ്പം സ്കൂൾ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും, ഇപ്പോൾ കുറച്ചൊരു ജനറൽ അവയർനെസ് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഫിറ്റ്നസ് ചെയ്യുന്നതിന്റെ ഒരു ജനറൽ അവയർനെസ് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് ആൾക്കാർ ചിലതായി കുറച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരക്കാരെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും കുറച്ചുകൂടെ ഇഫക്റ്റീവ് എന്ന് തോന്നുന്നു. അപ്പൊ ഫിറ്റ്നസ് നമ്മൾ വീക്ക്ലി ഒരു 5 ഡേ പ്രോഗ്രാം എങ്കിലും ചെയ്യാം. ഒരു ദിവസം നമുക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് 5 ഡേ പ്രോഗ്രാംസ് നമുക്ക് പ്ലാൻ ചെയ്യാം. 5 ഡേ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും we should focus on all the fitness components. അപ്പം പ്രധാനമായിട്ടും 5 ഫിറ്റ്നസ് കമ്പോണൻസുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, സെക്കൻഡ് വൺ മസ്കുലർ സ്ട്രെങ്ത്, തേർഡ് മസ്കുലർ എൻഡ്യൂറൻസ്, ഫോർത്ത് ഫ്ലെക്സിബിലിറ്റി, ദെൻ one more thing is there, balance. ഈ പ്രധാനമായിട്ടും 5, പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഘടകം കൂടിയാണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തില് പ്ലാൻ ചെയ്ത് നമ്മൾ 5 ദിവസം മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും
അത് ഒരു 3 മാസം 4 മാസം ഒക്കെ ആകുമ്പോഴത്തേന് സ്വയമായിട്ട് നമ്മൾക്ക് എല്ലാ ഫിറ്റ്നസ് കമ്പണൻസുകളും എത്തിച്ചേരും. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 മേഖലകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസും മസ്കുലർ സ്ട്രെങ്തും. ഈ രണ്ട് മേഖലകൾക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കണം. അതുപോലെ ഫ്ലെക്സിബിലിറ്റിക്കും പ്രാധാന്യം കൊടുക്കണം. അതിന് നമ്മൾ കുറേ എക്സസൈസ് രീതികളുണ്ട് ഈ ഫിറ്റ്നസ് കമ്പോണൻസുകൾ ഡെവലപ്പ് ചെയ്യാൻ. ഞാൻ ആദ്യം കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി ചൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് വാക്കിംഗ്. വിൽ സ്റ്റാർട്ട് വിത്ത് 15 minutes ഓഫ് വാക്കിംഗ് എ ഡേ. അപ്പൊ നമ്മൾക്ക് തുടക്കക്കാർക്ക് 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഫിറ്റ്നസ് തുടങ്ങുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റം മോശമായിട്ടുള്ള ഒരാൾക്കോ ഒരുപക്ഷെ 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവര് പ്രിഫർ ചെയ്യേണ്ട ഒരു രീതി 5 മിനിറ്റ് നടക്കുക. 5 മിനിറ്റ് നടക്കുക. സ്വയമായിട്ടും 5 മിനിറ്റ് നടന്നതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 5 മിനിറ്റ് നടക്കുക, വീണ്ടും 5 മിനിറ്റ് നടക്കുക. അപ്പം 5 മിനിറ്റിന്റെ 3 സെറ്റ് ആകുമ്പോൾ റീച്ച് ദ ടാർഗറ്റ് ഓഫ് 15 മിനിറ്റ്സ്. 15 മിനിറ്റ് ഒറ്റയടിക്ക് നടക്കാൻ സാധിക്കാത്ത ഒരാളുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരെ മറിച്ച് 15 മിനിറ്റ് നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് 15 മിനിറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാറ്റ് മെറ്റബോളിസം സ്റ്റാർട്ട് ചെയ്യും. ഇനിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ഈസ് ഫ്രം ഇനിഷ്യൽ ഫസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ATP എന്ന് പറഞ്ഞൊരു സോഴ്സ് ആണ്. അതിനുശേഷം ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്ത് പിന്നീട് നമ്മൾക്ക് എനർജി തന്ന ആ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയും കൂടെയാണ് സ്വയമായിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോറുകൾ ഈ ഗ്ലൂക്കോസ് സ്റ്റോറുകളെല്ലാം ശരീരത്തിൽ വളരെയധികം കൂടി നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷീണിക്കാതെ വരും. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫാറ്റ് മെറ്റബോളിസം നടക്കണമെങ്കിൽ വി ഷുഡ് പ്രൊലോങ് ദ ആക്ടിവിറ്റി ഫ്രം 15 മിനിറ്റ്സ് ടു 60 മിനിറ്റ്സ്. 60 മിനിറ്റ് വരെ നമ്മളത് പ്രൊലോങ് ചെയ്യണം. ഇൻ ഓർഡർ ടു കീപ് അവർ വെയിറ്റ് അണ്ടർ കൺട്രോൾ. 60 മിനിറ്റ് എക്സസൈസ് പ്രിഫർ ചെയ്യുന്ന എപ്പോഴും 60 മിനിറ്റ് വരെ പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്താ അതിൻ്റെ ഒരു ഗുണം, നമ്മൾക്കുള്ള ബോഡി വെയിറ്റ് കുറച്ച് നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ 60 മിനിറ്റ് കേപ്പബിൾ ആണെങ്കിൽ വി ഷുഡ് ഗോ ഫോർ 70, 80 ആൻഡ് മാക്സിമം ടു 90 മിനിറ്റ്സ്, 1.5 മണിക്കൂർ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ വെയിറ്റിന് റിഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. കാര്യം അത്രയും മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടന്നെങ്കിൽ മാത്രമേ കാലറി ബേണിംഗ്, കാലറി എക്സ്പെൻഡിച്ചർ, കാലറി ഇൻടേക്ക് ബാലൻസ് വരണം. ഒരുപാട് തടിയുള്ളവർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാലറി ഇൻടേക്ക് കുറച്ചുകൊണ്ട് കാലറി ബേണിംഗും കൂട്ടണം. കാലറി ബേണിംഗ് കൂട്ടുമ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ടും വെയിറ്റിന് റിഡക്ഷൻ വരികയുള്ളൂ. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഷുഡ് സ്ട്രെങ്ത് അവർ മസിൽസ്, അവർ ജോയിന്റ്സ്, ലിഗമെന്റ്സ്, ടെൻഡൻസ് ഇതെല്ലാം ശക്തമായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആക്ടിവിറ്റി പ്രൊലോങ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ദീർഘനേരം പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് ചെയ്യേണ്ട ചില ചെറിയ ചെറിയ എക്സസൈസുകൾ. ഒന്ന്, മുട്ടിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന എക്സസൈസാണ് സ്ക്വാട്ട് എന്ന് പറഞ്ഞ എക്സസൈസ്. സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നിന്നിട്ട് ഒരു സ്റ്റൂള് പുറകുവശത്തിട്ടിട്ട് ബട്ടക്സ് കൊണ്ടുവന്ന് ആ സ്റ്റൂളിന്റെ പൊസിഷനിൽ വരെ കൊണ്ടുവരണം, എന്നിട്ട് തിരിച്ചു പോകണം. അതാണ് സ്ക്വാട്ട് എന്ന്. നമ്മൾ ഇരിക്കുന്ന പൊസിഷനാണ്, കസേരയിൽ ഇരിക്കുന്ന പൊസിഷൻ. എന്നാൽ കസേരയിൽ പോയി ഇരിക്കരുത്. ബട്ടക്സ് ജസ്റ്റ് ടച്ച് ചെയ്യുക, നേരെ വരിക. ഇതൊരു 10 തൊട്ട് 15 തവണ ചെയ്യാം ഒരു പ്രാവശ്യം. ഒരു സെറ്റിന്റെ 10 തൊട്ട് 15 എണ്ണം, അതാണ് ഒരു സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് കൂടി വരുന്നതനുസരിച്ച് ഇതിന്റെ എണ്ണം കൂട്ടണം. അപ്പൊ ഈ 10 തൊട്ട് 15 എണ്ണത്തിന്റെ 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം വരെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് മുട്ടിന്റെ ആരോഗ്യം കൂട്ടുന്നത്. സ്ക്വാട്ട് എന്ന് പറഞ്ഞ ഒരു എക്സസൈസ്, അത് സ്ക്വാട്ടിന്റെ കാലിന്റെ തൈ മസിൽസിലെ പ്രധാനമായിട്ട് ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ ഒരു മസിൽ ഗ്രൂപ്പ്സിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു തരത്തിലുള്ള എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കാൽപാദത്തിന് 2 ഭാഗമുണ്ട്. ടോ എന്നൊരു ഭാഗമുണ്ട്, ഹീൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഉപ്പൂറ്റിയും ടോയും.
അപ്പൊ ടോയിൽ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ടോയിൽ മാത്രം ഉപ്പുറ്റി ചേർത്ത് ടോയിൽ മാത്രം നടന്നു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മസിലാണ് മുട്ടിന് തൊട്ട് താഴെയുള്ള കാഫ് എന്ന് പറഞ്ഞ ഒരു മസില്. ആ മസില് സ്വാഭാവികമായിട്ട് ഇൻവോൾവ് ചെയ്യും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് തിയറി പറയുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എങ്ങനെ അത് അവതരിപ്പിക്കണമെന്ന് എനിക്കും അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇടേണ്ട ഒരു സാഹചര്യം വരും. എനിക്കൊരിക്കലും ലൈവ് സെഷൻ തരാൻ ശ്രമിക്കുക സാറേ, അപ്പൊ ഞാനത് ചെയ്തു തരാം. അപ്പൊ ഇത്തരത്തിൽ ഈ മുട്ടിനെ സ്ട്രെങ്ത് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലിഗമെന്റ്സും ടെൻഡൻസും ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെങ്ത് ആവും. സ്വാഭാവികമായിട്ടും നമുക്ക് ആക്ടിവിറ്റി നല്ല എഫിഷ്യൻസിയിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പം അസുഖം വരാതെ മുട്ടിൽ മിക്കവാറുള്ളവർ അലട്ടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് നീ പെയിൻ, മുട്ടുവേദന. അപ്പം നമുക്ക് ചെറുപ്പത്തിലേ ചെയ്തു പോയി കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം, അതാണ് പറയുന്നത്. ഇനി കുട്ടികൾ ഇപ്പൊ വീട്ടിനകത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വീട്ടിന്റെ മുറ്റോ ചെറിയ റോഡുകളോ ഇപ്പൊ ഒരുപാട് പുറത്തോട്ട് പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പം നമ്മൾ സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ വാച്ച് ഓൺ ചെയ്തിട്ട് നിരന്തരം ഈ മിനിമം 15 മിനിറ്റ്സ് എങ്കിലും നടക്കുക. അതിനുശേഷം വന്നിട്ട് വയറ് കുറയാനുള്ള എക്സസൈസുകളുണ്ട്, അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുക. പിന്നെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്താൽ സ്വാഭാവികമായിട്ട് റെസ്പിറേറ്ററി കപ്പാസിറ്റിയും സ്വാഭാവികമായിട്ട് നമുക്ക് മെന്റൽ അലേർട്ട്നെസ്സും കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒരുപാട് ഗുണം ചെയ്യും. വീട്ടിലകത്ത് തന്നെ പടികളുണ്ടെങ്കിൽ സ്റ്റേഴ്സ് കയറി ഇറങ്ങാം. സ്റ്റേഴ്സ് കയറി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുട്ടുവേദനയുള്ളവര് അത്തരത്തിലുള്ള സ്റ്റേഴ്സ് പ്രിഫർ ചെയ്യരുത്. മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ ഇപ്പോൾ ഒരുപാട് വിപണിയിൽ ഉള്ളതാണ്. ട്രെഡ്മിൽസുകളുണ്ട്, ബൈസൈക്കിൾസ് ഉണ്ട്. സൈക്ലിംഗ് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. സൈക്കിൾ ഉള്ളവർ സൈക്കിള് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നന്നായിട്ട് ചവിട്ടിയാൽ ശരിക്കും എല്ലാ ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യും. മസ്കുലർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും, കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യും. സൈക്ലിംഗ് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. സ്വിമ്മിങ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സ്വിമ്മിങ് ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാഡ്മിന്റൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ കാലറി ബേണിംഗ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഗെയിമാണ് ബാഡ്മിന്റൺ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശരിക്കും അതിൽ ഇൻവോൾവ് ചെയ്ത് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒപ്പം കിട്ടുകയും സ്വാഭാവികമായിട്ട് സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം ഗെയിംസിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് ഗെയിംസിനെ മാറ്റി നിർത്തുന്നത്, ഗെയിംസ് എപ്പോഴും ഒരു സ്പെസിഫിക് ഗോളോടുകൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു പോയിന്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്, അല്ലേ? ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടുമ്പോൾ സന്തോഷം. നമ്മൾ അറിയാതെ തന്നെ ഹോർമോൺസ് അല്ലെങ്കിൽ ചില കെമിക്കൽ ചേഞ്ചസ്, സന്തോഷം വരുമ്പോൾ ചില കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ ഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഉണ്ടാവും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെസ് കൂടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രെസ് റിഡക്ഷൻ സഹിതം ഗെയിംസുകളിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തില് അങ്ങനെ മെന്റൽ സ്ട്രെയിൻ എപ്പോഴും നമുക്ക് അറിയാം. ഹൈപ്പർ ടെൻഷൻ, ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും മെന്റൽ ടെൻഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഞാൻ പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ ഒന്നുകൂടെ പറയാം. പ്രധാനമായിട്ടും കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നെക്സ്റ്റ് നമ്പർ 2 ഈസ് ഹൈപ്പർ ടെൻഷൻ. നമ്പർ 3 ഈസ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിനുള്ള വീക്ക്നെസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ബോൺ ഡെൻസിറ്റി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു ഏജ് കഴിയുമ്പോഴത്തേന്, ഒരു 30-35 കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് എക്സസൈസുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും. മസിൽ വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മസിൽസിന്റെ ബൾക്ക്നെസ് നഷ്ടപ്പെടും. അത് നമുക്ക് തൂങ്ങിക്കിടക്കുന്ന കാണാം മസിൽസൊക്കെ. ബാക്കി ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പൊ അതിന് പറയുന്ന ഒരു ടേമാണ് മസിൽ വേസ്റ്റിംഗ്. അപ്പൊ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, ബോൺസിന്റെ ഡെൻസിറ്റി നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും അത് അസോസിയേറ്റ് ചെയ്ത് ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ എല്ലാവരും ഫാദർ സഹിതം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് കാർഡിയോ റെസ്പിറേറ്ററി സ്ട്രെങ്തും. ഇത് രണ്ടും
ഈക്വലി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ബോൺ ഡെൻസിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. അതിനുള്ള ആഹാരങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനോടൊപ്പം എക്സസൈസും കൂടെ ചെയ്ത് കൊണ്ടുപോകുന്നത് നിർബന്ധമായിരിക്കും. ഇനി ഞാൻ ആഹാരത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞത് 12 മണിക്ക് അവസാനിപ്പിക്കുമല്ലോ. ആഹാരത്തെക്കുറിച്ചൊന്ന് പറയാം. പ്രധാനമായിട്ടും സമീകൃത ആഹാരത്തിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഇത്തരത്തിലുള്ളതാണ് നമ്മുടെ സമീകൃത ആഹാരത്തിൽ. ജലം, വൈറ്റമിൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കേരളൈറ്റ്സ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ഇന്ത്യൻസ് ആയ നമ്മൾ, കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഈ സൗത്ത് ഇന്ത്യൻസിന്റെ ഒരു ആഹാര ശൈലിയിലുള്ള ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ കാർബോഹൈഡ്രേറ്റ് അകത്ത് ചെല്ലുന്നുള്ളതാണ്. അമിതമായ ഉപയോഗം, അത് തന്നെയാണ് എക്സസ് ഇൻടേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത ശൈലി തന്നെ 3 നേരവും ചോറ് കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കഴിച്ചിരിക്കും. രാവിലെ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം വീണ്ടും അരിയാഹാരം. 3 നേരവും ആഹാരം ചോറ് തന്നെ കഴിക്കുന്ന ഒരു 10% ആൾക്കാരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണും. ഇത് ശരിക്കും ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, അറിയില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരങ്ങനെ കഴിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയാവുന്നവരും സ്വാഭാവികമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാകും. പ്രത്യേകിച്ച് ചോറ് വയറ് നിറച്ച് കഴിച്ച് എമ്പക്കൾ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനകത്ത് തൃപ്തി അടയാറുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഒരിക്കലും ചെയ്തുകൂടാത്ത ഏറ്റവും തെറ്റായ ഒരു ആഹാര ശൈലി ആണത്. കാർബോഹൈഡ്രേറ്റ് ഏറ്റവും പ്രിഫർ ചെയ്യേണ്ട ഒരു മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് മാത്രമേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റിലെ അരി, ചോറ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട ഒറ്റ ആഹാരം ലഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് നോർത്ത് ഇന്ത്യൻസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എപ്പോഴും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങളായിരിക്കും എപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും പ്രിഫർ ചെയ്യുന്നത്. ഒന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മീൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ഹെവി. ഇറ്റ് ഷുഡ് ഇൻവോൾവ് ഓൾ ദ ന്യൂട്രിയൻസ്. എല്ലാ ന്യൂട്രിയൻസും അടങ്ങുന്നതായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. ഒരിക്കലും നമ്മൾ ചെയ്യാത്തതും ചെയ്യാൻ ശ്രമിക്കാത്തതുമായിട്ടുള്ള കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു കാരണവശാലും ഡയറ്റിങ്ങിന്റെ ഭാഗമാണെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം. കാര്യം ആ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ആ ദിവസം മൊത്തവും അലേർട്ടായിട്ട് നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാന ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റിനോടൊപ്പം നമ്മൾ എന്തെങ്കിലും ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ ഒരു സാമ്പാറോ ചട്നിയോ ഇത് ഏതെങ്കിലും ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇത് കൊണ്ട് മാത്രം ശരിക്കും നമ്മുടെ ഡിമാൻഡിൽ എത്തുന്നതില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം അവിടെ ഒട്ടും ലഭിക്കുന്നില്ല. പ്രോട്ടീൻ ഇല്ല അവിടെ. ശരിക്കും കാർബോഹൈഡ്രേറ്റ്, വെജിറ്റബിൾസ്, ന്യൂട്രിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ശരിക്കും പ്രോട്ടീൻ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട്, അനിമൽ പ്രോട്ടീനും ഉണ്ട്. അനിമൽ പ്രോട്ടീന്റെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് മുട്ടയാണ്. മുട്ട അസച്ചായിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കഴിക്കാം. പക്ഷെ വെള്ളയിൽ മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ. മറ്റ് ന്യൂട്രിയൻസുകളാണ് ആ മഞ്ഞയിൽ അടങ്ങുന്നത്. കുറച്ച് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടാണ് ഏജ്ഡ് ആയിട്ടുള്ളവർ മഞ്ഞ ഒഴിവാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം. കുട്ടികൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവ് ആവണം എന്ന് മാത്രം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ജലം ഏറ്റവും കൂടുതൽ കുടിക്കണം. സ്വാഭാവികമായിട്ടും ചൂടുവെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. തണുത്ത ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് ആരോഗ്യകരമായ ജലമല്ല. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു പഴം ഇൻക്ലൂഡ് ആവാം, ഒരു സലാഡ് ഇൻക്ലൂഡ് ആവാം. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചെല്ലുമ്പോൾ ഇത് ഇത്രയും കഴിക്കുമ്പോൾ എന്താണ് ഗുണം? നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് കഴിക്കാൻ സാധിക്കും. മറ്റ് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ചെല്ലുന്നതിന്റെ അളവ് നമ്മൾ 5 ദോശയ്ക്ക് പകരം അവിടെ 3 ദോശയിലേക്ക് ലിമിറ്റ് ചെയ്യും. അപ്പൊ മറ്റേത് രണ്ടിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേറൊരു ടിപ്പ് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് 1 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ വയറ് കുറച്ച് നിറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ബാക്കി കഴിക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടിപ്പും കൂടെ നോക്കുക. ലഞ്ചിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം ഏറ്റവും ഹെവി മീൽ. അതിൽ നിന്ന് അല്പം കുറഞ്ഞു നിൽക്കണം ലഞ്ച്.
ഡിന്നർ കഴിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിന്നർ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാക്സിമം ടൈം 7:30. If you are going to bed to 10:30, have a gap of 3 hours. മിനിമം 3 മണിക്കൂറാണ് സ്വാഭാവികമായിട്ടും റെസ്റ്റ് പീരീഡ് പറയുന്നത്. എന്തിനാണ് റെസ്റ്റ്? ഫുഡ് കഴിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ റെസ്റ്റ് വേണം എന്ന് പറയുന്നത്? ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് മെറ്റബോളൈസ് ചെയ്യണം. സ്വാഭാവികമായിട്ട് അതിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അതാണ് ആ എനർജി എടുത്തത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പം എവിടെയെങ്കിലും ഇരുന്നാൽ ഉറക്കം വരികയോ ക്ഷീണം വരികയോ ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ആ സമയത്ത് ചെയ്യുന്നത് ശരിയാണോ, അഡ്വൈസബിൾ ആണോ? അല്ല. ഒരു കാരണവശാലും ആ ഒരു പീരീഡിൽ ഒരു കാരണവശാലും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യരുത്. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ എനർജി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിലപ്പുറം എനർജി എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. ഇറ്റ് മേ ഹാമ്പർ അവർ ഹാർട്ട്. അത് നമ്മുടെ കാർഡിയാക് സിസ്റ്റത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. ലോഡ് ഒരുപക്ഷെ ഹാർട്ട് താങ്ങാതെ വരുമ്പോൾ പണിമുടക്കും. അപ്പൊ ഈ ഹാർട്ട് പണിമുടക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ റിസർച്ചേഴ്സ് എത്തുന്നതിന്റെ കാരണം, ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിൽ എത്തുന്നതിന്റെ കാരണം. ഡിന്നർ ഷുഡ് ബി maximum time for a dinner is 7:30. If you are going to bed to 10:30, minimum of 3 hours duration. പിന്നെ ഉറങ്ങുന്നതനുസരിച്ച് അത്രയും മുമ്പേ പിടിച്ചോണം. 7 ആണ് അഡ്വൈസൽ ടൈം. നമുക്ക് പിന്നീട് വിശക്കും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 7:30 ഭക്ഷണം കഴിച്ചിട്ട് 10:30 എനിക്ക് 10 മണിയൊക്കെ ആകുമ്പോഴത്തേലും വിശം തുടങ്ങും. പോയി കിടന്ന് അന്നേരം ഉറങ്ങിയാൽ മതി. അപ്പൊ നമുക്ക് പക്ഷേ ഇതിനകത്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സെഷൻ വൈകുന്നേരമാണ്. ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഡയറ്റ് കൂടുതലും നൈറ്റ് ഫുഡുകൾക്കാണ്. സ്വാഭാവികമായിട്ടും അതിന് ഡൈജഷൻ, ഒരുപാട് എനർജി എടുക്കേണ്ടാത്തൊരു സാഹചര്യവും. സ്വാഭാവികമായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിന്റെ ഉദ്ദേശം ശരീരത്തിൽ നിന്ന് എക്സ്ക്രീഷൻ പ്രോസസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയാണ്. റഫേജസ്, നാരുകൾ അടങ്ങിയ ആഹാരം കൂടുതൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം. അതിനോടൊപ്പം ജലത്തിനും വാട്ടറിന് അധിക പ്രാധാന്യമുണ്ട്. എക്സ്ക്രീഷൻ പ്രോസസ് കറക്റ്റ് നടക്കാൻ വേണ്ടിയാണ് ഈ 2 ഫുഡുകളും നമ്മുടെ ശരീരത്തിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ നാരുകൾ കൂടുതൽ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക, അതോടൊപ്പം കൂടുതൽ കഴിക്കുക. ഓരോ മീലിന്റെ കൂടെയും ഈ സലാഡ്സുകളോ റഫേജസുകളോ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത്രയും നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവൽ ചെയ്യാൻ അത് ഏറെ സഹായിക്കും. അതോടൊപ്പം നമ്മൾ അനുവർത്തിക്കേണ്ട ഫിസിക്കൽ എക്സസൈസ്, മെഡിറ്റേഷൻസ്, യോഗ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൂടെ പ്രിഫർ ചെയ്യുമ്പം യു വിൽ ബി എ വെൽ ഫിസിക്കലി, മെന്റലി, സോഷ്യലി അലേർട്ട് ഇൻഡിവിജ്വൽ ആൻഡ് വിൽ ബി എ ഫുള്ളി ഓപ്റ്റഡ് സിറ്റിസൺ. ഓക്കെ, ഷാൽ ഐ സ്റ്റോപ്പ് സർ? സോ താങ്ക് യു സോ മച്ച് സാറേ. വളരെ 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 യൂസ്ഫുൾ സെഷൻ ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. ശബ്ദം ഇല്ലാതൊരു കൈയടി കൊടുക്കാം വേണമെങ്കിൽ. കാരണം ശബ്ദം എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓളമായിരിക്കും. താങ്ക് യു സാറേ. സാറ് വളരെ വൈഡ് ടോപ്പിക് ആണ്. തന്നെയല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഓൺലൈനിൽ കൂടെ സംസാരിക്കാൻ എത്ര ബുദ്ധിമുട്ട് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി. എന്നിട്ട് പോലും സാറിന്റെ വളരെയേറെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞു. അത്യാവശ്യമായിട്ട് സാറിന്റെ ക്ലാസ് ഞങ്ങളുടെ സ്കൂളിന് ആവശ്യമാണ്. സോ കൊറോണ മോസ്റ്റ് വെൽക്കം. എനിക്കൊരു ലൈവ് സെഷൻ എനിക്ക് വേണം. ഞാൻ അഭിത്തിനടുത്ത് പറഞ്ഞൊരു ഒരേ ഒരു ഡിമാൻഡ് അതേ ഉള്ളൂ. സാറിനെ എനിക്ക് അഭിത്ത് വഴിയായിട്ട് പരിചയപ്പെടുത്താൻ അഭിത്തിനും എനിക്ക് ഒരു അഭിമാനമുണ്ട്. കാരണം ഇത്രയും നല്ല സാറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കിട്ടിയതിന് ഞാൻ സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ ഈ പേരൻസ്, കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിന് എല്ലാവർക്കും ഗുണപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ പോലും ഈ റെക്കോർഡിംഗ് സെഷൻ ഇടുമ്പോൾ അതിന്റെ കമന്റ്സും വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തന്നെയല്ല, സാർ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്, നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയാണ്. കുട്ടികൾക്ക് ഇപ്പൊ അതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്ത് അറ്റ്ലീസ്റ്റ് സൈക്കിൾ പ്രൊമോട്ട് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ബാഡ്മിന്റണും അറ്റ്ലീസ്റ്റ് സ്വിമ്മിംഗ് പൂളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് സൈക്ലിംഗ് എങ്കിലും കുട്ടികൾ ചെയ്യുവാണെങ്കിൽ ബസ്സും പെട്രോളും ഇച്ചിരി ഗ്രീൻ പ്രൊമോഷൻ ആയിരിക്കും. അത് വളരെ സന്തോഷം. കൂടാതെ ഈ ഫുഡ് ഇൻടേക്കിനെ പറ്റി ന്യൂട്രീഷൻ ക്ലാസ്സിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറിനെ നോക്കുമായിരുന്നു. സാർ അത് ടച്ച് ചെയ്ത കാരണം വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ രാവിലെ സ്കൂളിൽ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് വരുന്നത്. അത് അവരുടെ പഠനത്തിനെയും അവരുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് പോലും അത് രാവിലെ ഒന്നും കഴിക്കാതെ ഓടി വരും.
അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് പറയാനെന്ന് വളരെ എനിക്ക് എപ്പോഴും ആഗ്രഹമായിരുന്നു. സാർ അത് ആ പോയിന്റ് ടച്ച് ചെയ്താൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ചൈൽഡ് ആസ് വെൽ ആസ് ഫോർ ടീച്ചേഴ്സ്, അത് എനിക്ക് പേരന്റ് പറയണമെന്നുണ്ടായിരുന്നു. സോ അത് ടച്ച് ചെയ്യാൻ വളരെ സന്തോഷം. സോ താങ്ക് യു സോ മച്ച് സാറേ ഫോർ ഓൾ ദ തിങ്സ് ടു ടോൾ. ക്ഷമയോടെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഒരു ഇതും ഇല്ലാതെ പറഞ്ഞപ്പം ഐ നോ ഹൗ ഫിറ്റ് യു ആർ, ഫിസിക്കലി മാത്രമല്ല മെന്റലി ഹൗ ഫിറ്റ് യു ആർ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഔട്ട്കം എല്ലാം വന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷനിലൂടെ ആണ് മാത്രം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നെ ഷേപ്പ് ചെയ്തതാണ്. I see. Definitely. I mean, പഠിക്കുന്നത് മാത്രമല്ല അത് സാറിന്റെ ജീവിതത്തിലെ പ്രോബ്ലം ആണെന്ന് തെളിയിച്ചു. So we are really grateful. Thank you so much for this session. So I invite our brother Praveen to say a few words before we conclude. ഞങ്ങളുടെ സെമിനാരി കുട്ടികളും ഇതിന്റെ കൂടെ ഉണ്ട്. അവരെല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. So they are also participating in this. അവർക്ക് മാത്രമേ ഇപ്പൊ ഇച്ചിരി കളിക്കാനൊക്കെ അവസരം കിട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം വീടുകളിലാണ്. എന്നാലും സ്കൂൾ തുറന്ന ഉടനെ ഈ കുട്ടികൾ എല്ലാവരും നല്ല ഗ്രൗണ്ട് ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ്. സോ താങ്ക് യു സോ മച്ച്. ഐ ഇൻവൈറ്റ് ഞാൻ ഇപ്പൊ അപ്പൊ അവിടെ കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചില ലൈവ് സെഷൻസ് അവിടുത്തെ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ സാമൂഹ്യ ഞാൻ അബിത്തിന്റെ പ്രസൻസിൽ വന്ന് അത്യാവശ്യം ഗൈഡ് ലൈൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം സാർ. Thank you so much. Thank you. Okay, we'll let you know. I do appreciate. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നന്ദി പറയുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സത്യത്തില് ടീച്ചേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് വലിയൊരു ടോപ്പിക്കിനെ എത്ര സരളവും ലളിതവുമായിട്ട് അവതരിപ്പിക്കാമെന്ന് സാറിന്റെ പ്രസന്റേഷൻ കണ്ടപ്പം സത്യത്തിൽ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്ത ആ ഒരു പാർട്ടാണ്. കാരണം പലപ്പോഴും ഒരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് ചില കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും സന്തോഷ് സാറ് അത് വളരെ ലളിതമായിട്ടും മനസ്സിലാകുന്ന രീതിയിലുമാണ് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന ടോപ്പിക്ക് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു സെമിനാറായിട്ട് തന്നാൽ പോലും വളരെ ഡീൽ ചെയ്യാനായിട്ട് വളരെ വിഷമമുള്ള ഒരു ടോപ്പിക്കാണിത്. സാറ്